ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാമോ? ബേൽ ഫ്രൂട്ട് അല്ലെങ്കിൽ വുഡ് ആപ്പിൾ രമേശേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ വ്ളാങ്ങ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ ഇല ശിവഭഗവാനൊക്കെ ചാർത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനവിടെ പോയ കാലം മുതൽ വലിയൊരു മരമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് വീഴുന്ന പഴങ്ങൾ അമ്മ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. രമേശ് ചേട്ടൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. അമ്മമ്മ ഉണ്ടായിരുന്ന സമയത്ത് ബിജിക്കാണെന്നും പറഞ്ഞ് എല്ലാം ഇങ്ങനെ കൂട്ടി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉള്ളവർക്ക് ഇതങ്ങനെ വലിയ താല്പര്യമില്ല, കാരണം അവർക്കിത് സുപരിചിതമാണല്ലോ, എപ്പോഴും കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് എന്നാ ടേസ്റ്റ് എന്നറിയാവോ? ഭയങ്കര വൈറ്റമിൻസും മിനറൽസും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന പോലെ നമ്മളിങ്ങനെ പൊതിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പുളിയൊക്കെ എടുക്കത്തില്ലേ, ആ പുളി എടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാണ്, പ്രത്യേക ഒരു മണമാണ് കേട്ടോ. എന്നാ ടേസ്റ്റ് എന്നറിയാമോ? അപ്പോഴത്തേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. ഇവിടെ എന്ത് ജ്യൂസ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫ്രൂട്ടും പൊട്ടിച്ചത് ഇങ്ങനെയിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിൻ്റെ എന്താ പറയേണ്ടത്, സത്തുക്കളെല്ലാം നല്ലോണം പിഴിഞ്ഞിങ്ങനെ എടുക്കണം. ഇതിൻ്റെ അരികളെന്ന് പറയുമ്പോൾ നമ്മുടെ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പിൻ്റെ ഒരു രീതിയിലാണ് ഇതിൻ്റെ വിത്തുകൾ ഇരിക്കുന്നത് കേട്ടോ. നല്ല മണമാണ് കേട്ടോ. റൂം മൊത്തം അങ്ങനെ നിറഞ്ഞ് നിൽക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇല ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. ഒരു കൂവളത്തിൻ്റെ ഇല പോലെ ഉണ്ട്, പക്ഷേ രമേശ്വരൻ്റെ അമ്മ പറഞ്ഞില്ല വ്ളാങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ വുഡ് ആപ്പിൾ എന്നും ബേൽ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒരു അരിപ്പിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 പഴം എടുത്തിട്ട് ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇത്തിരി കട്ടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നല്ലോണം ഇത് അരിപ്പിൽ അരിച്ചെടുക്കണം കണ്ടോ. അരിപ്പിൽ അരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ വിത്തുകൾ കണ്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപ്പ് പോലെ ആയിരിക്കും കേട്ടോ. നല്ല രസമാണ് അത് കാണാനായിട്ട്. വീണ്ടും ഞാൻ അതിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ഊറ്റിയെടുത്ത്, കാരണം ഇത് ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ആണ്, സത്തുകളുണ്ട്, ഒരുപാട് കാൽസ്യമുണ്ട്. നമ്മുടെ ക്ഷീണം മാറാനൊക്കെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയേണ്ടത്, ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ ഇത് കുടിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തമിഴ്നാട് ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇത് കിട്ടും കേട്ടോ, മാങ്ങാപ്പഴം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു പൊടിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഷുഗർ ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ശർക്കര ഉണ്ടല്ലോ, ശർക്കരയുടെ പൊടി ചേർത്ത് ഞാൻ ഉണ്ടാക്കി കേട്ടോ. അതും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് തണുത്ത ഐസ് ക്യൂബാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ കറങ്ങുന്നത് നല്ല രസമുണ്ടായിട്ട്. ഇത് കുടിക്കുന്ന വ്യക്തി ആ ടേസ്റ്റ് കൊണ്ട് പമ്പരം കണക്കെ കറങ്ങി ഇങ്ങനെ ഇരിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഞാൻ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ തൊണ്ട നല്ല നൊമ്പലുണ്ടായിരുന്നു, തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ ഐസ് വിട്ടില്ല കേട്ടോ. ഈ തണുത്ത് കുടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു മണമാണ് ഇതിൻ്റെ വേറെ ലെവൽ കൊണ്ടെത്തിക്കുന്നത് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികൾ, ഓരോ കായ്ഫലങ്ങളല്ലേ, അതൊക്കെ നമുക്ക് കഴിക്കാനും ഭക്ഷിപ്പാനും ഒക്കെ ഈ ഭൂമിയിൽ യോഗ്യമായിട്ടുള്ളത് നമുക്കത് ലഭിക്കുന്നതിനൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്തായാലും ഈ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇത് സത്യം പറഞ്ഞാൽ കാണിക്കുന്ന സമയത്ത് ഒരു വിഷമമാണ്, ചിലപ്പോൾ ഇത് കുടിക്കാൻ പറ്റാത്തവർക്കല്ലേ. എന്തായാലും തമിഴ്നാട് ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും ഇത് കുടിച്ചിട്ടുള്ളവരും നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു വിജയ് രമേശ്.